ഇന്നൊരു മാൻകിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാത്ര വെച്ചും ചീസ് വെച്ചും അതുപോലെ ബീഫിൻ്റെയും ചിക്കൻ്റെയും മട്ടൻ്റെയൊക്കെ മീൻസ് വെച്ചിട്ടൊക്കെ ചെയ്യും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു 2 വലിയ തക്കാളി വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ഉള്ളി വലുതായി അരിഞ്ഞത്, വലിയ ഉള്ളിയാണ്, അതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 7 8 വെളുത്തുള്ളി അല്ലിയും അതുപോലെ ഒരു 3 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പാഴ്സ്ലി ലീവ്സാണ്. പാഴ്സ്ലി ലീവ്സ് ഇല്ലെങ്കിൽ കൊറിയാണ്ടർ ലീവ്സിലെ അതായാലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സും എടുക്കുക, അതും ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോസാണ്. നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസോ അല്ലെങ്കിൽ ഗാർലിക് സോസ്, ടൊമാറ്റോ സോസ്, ഏത് സോസായാലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പം അരിഞ്ഞു പോകരുത്, ഇതുപോലെ കണ്ടില്ല, ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ഇതിന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ സ്പൈസ് ലെവൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക. ഇത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കീമയാണ്. കീമ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ബീഫിൻ്റെയോ മട്ടൻ്റെയോ ചിക്കൻ്റെയോ ഏതായാലും കുഴപ്പമില്ല. അത് നല്ലതുപോലെ ഇതുപോലെ അരിപ്പയിലിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബീഫിൻ്റെയാണ് എടുത്തിട്ടുള്ളത്, ഒരു 200 ഗ്രാം. ഇതെല്ലാം കൂടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സാധാ വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാൻകിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡോ റെഡിയാക്കാം. അതുവരെ ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അതുപോലെ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. ഇനി ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറഞ്ഞതൊരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ വെക്കുക. 5 മിനിറ്റ് ഉടനെ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കണേ. ചൂട് കൂടിപ്പോയാൽ ഇത് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു 3 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഇളം ചൂടുള്ള പാലും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഈ മൈദയും ബേക്കിംഗ് പൗഡർ പാൽപ്പൊടിയൊക്കെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലൊരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഡോ ആക്കിയിട്ട് എടുക്കണം. അതായത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ കുറച്ച് കട്ടിയിലല്ലേ, അതിനെക്കാട്ടി ലൂസായിട്ട് നല്ല കയ്യിൽ ഒട്ടുന്ന ഒരു പരുവത്തിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. ഇത് കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും കുഴക്കണേ. എന്നാൽ മാത്രമേ നല്ലൊരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാൻകിഷ് നമുക്ക് കിട്ടും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ചേർത്തിട്ടും കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഒന്ന് സ്മൂത്താക്കി എടുക്കുക. ഇതിനെ കവർ ചെയ്തിട്ട് കുറഞ്ഞതൊരു 20 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ കണ്ടില്ലേ, ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ട് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല തണുപ്പുള്ള ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ ഒരു 40 മിനിറ്റൊക്കെ വെക്കേണ്ടി വരും. കയ്യിൽ ഓയിൽ തടവിയിട്ട് വേണം ഇതിങ്ങനെ കുഴക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ലതുപോലെ സ്റ്റിക്കായിട്ട് ഉള്ളത്, അപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. നമുക്കിതിൻ്റെ അകത്ത് വലിയ വലിയ ഉരുളകൾ എടുത്തിട്ട് ഇനി ഒരു ട്രേയിലേക്ക് പരത്തിയിട്ട് നമ്മൾ മിൻസ്ഡ് മീറ്റില്ലേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് അത് ഇതിൻ്റെ മുകളിൽ വെക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് മിൻസ്ഡ് മീറ്റിന് പകരം ചീസ് ഉണ്ടെങ്കിൽ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് അത് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കും. അല്ലെങ്കിൽ മറ്റേ സാത്രയില്ലേ, സാത്ര ഒലിവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് അതും വെച്ചിട്ട് ഉണ്ടാക്കും. അപ്പോൾ നമുക്കിതാ ഓവനിലുള്ള ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ഓയിൽ തടവിട്ട് അതിൻ്റെ അകത്ത് ഞാനിതാ ഈ ചെറിയ ഷേപ്പിലുള്ള റൗണ്ടിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ റൗണ്ടാക്കുക, അതായത് പിസ്സൻ്റെ വലിയ ഷേപ്പ് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അങ്ങനെ എടുക്കുക.
ഇതിൻ്റെ മുകളിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വിരൽ കൊണ്ട് ഇതുപോലെ കുത്തി കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ പൊങ്ങി വരും. അതായത് കുബൂസൊക്കെ പൊങ്ങി വരുന്ന പോലെ പൊങ്ങി വന്നു പോകും. അപ്പോൾ അങ്ങനെ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു ട്രേയിലേക്ക് ഒരു 4 എണ്ണമാണ് 4 ഇതുപോലത്തെ സൈസിലുള്ള മാൻകിഷാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 4 എണ്ണം നമുക്ക് ഇതുപോലത്തെ ചെയ്തെടുക്കാം. ഈ ഒരു സൈസിൽ നമുക്ക് ഏകദേശം ഒരു 12 എണ്ണം ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു സൈസിലാണെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു 8 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള മാവ് മൊത്തം ഒരു പിസ്സ ട്രേയിൽ വെച്ചിട്ട് വലിയതൊന്നും ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ചീസൊക്കെ ചേർക്കാമെന്ന് കുറച്ചുകൂടി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് മെൽറ്റഡ് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ തടവി കൊടുക്കുക. ഈ മെൽറ്റഡ് ബട്ടറിൽ കുറച്ച് ഗാർലിക് ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മുടെ മിൻസ്ഡ് ബീഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ വലിയ സ്പൂൺ വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഇതിൽ സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് ഓവനിൽ ഒരു 20 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. ഏകദേശം 200 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 20 മുതൽ 25 മിനിറ്റെങ്കിലും ഇത് വെക്കണം. മിൻസ്ഡ് ബീഫൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് നല്ല തിന്നായിട്ട് പരത്താൻ ശ്രദ്ധിക്കണം. തിക്ക് നല്ല കട്ടിയുള്ളതാകുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നല്ല തിന്നായിട്ടാണ് ഈ മാൻകിഷിൻ്റെ ഈ ബേസ് ഉണ്ടാവാറ്. ഇതിപ്പോൾ ഞാൻ പിസ്സ ട്രേയിൽ വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് വലിയ സൈസ് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്കിതുപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ്. ഡിന്നറായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും അതുപോലെ കുട്ടികൾക്ക് ടിഫിനിൽ കൊടുക്കാനും ഒക്കെ വളരെ നല്ലതാണ്. വളരെ ഈസിയാണ്. ഒരുപാട് അങ്ങ് പണിയൊന്നുമില്ല. കറിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടും എത്രയോ ഈസി അല്ലേ. അപ്പോൾ ഇടയ്ക്കൊരു വെറൈറ്റിക്ക് വേണ്ടി ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ മാൻകിഷൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ കെച്ചപ്പോ അല്ലെങ്കിൽ മയോണീസ് എന്തിൻ്റെ കൂടി സെർവ് ചെയ്യാം. നല്ല ചൂടോടുകൂടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.